ഇപ്പോൾ ധനപ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അതിന്മേൽ അനുകൂല തീരുമാനം ഉണ്ടാകുമോ? എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? കേരള ഹൈക്കോടതി നിലവിൽ 3738 സംസ്ഥാനം നേരിടുന്ന ധനപ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. റൂൾ 50 പ്രകാരം റോജി എം ജോണാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സർക്കാർ ഫെബ്രുവരി 8-ന് ഡൽഹിയിൽ കേന്ദ്രവിരുദ്ധ സമരം പ്ലാൻ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് വഴങ്ങുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിപക്ഷത്തിൻ്റെ ഈ നീക്കം. ചർച്ചയ്ക്ക് വഴങ്ങുകയാണെങ്കിൽ തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായും സഭാതലത്തിൽ രേഖപ്പെടുത്താൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. എന്നാൽ സർക്കാർ ചർച്ചയ്ക്ക് വഴങ്ങുമോ ഇല്ലയോ എന്ന കാര്യം ഇനിയും വ്യക്തമല്ല. കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചോദ്യോത്തരവേളയിൽ ധനവകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കുന്നത്. നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി പറയുകയാണ്. അതോടൊപ്പം തന്നെ ധനവകുപ്പുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും നികുതിപരവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ചോദ്യവും ഉത്തരവുകളുമായി അവിടെ വരും. അതുകൊണ്ട് തന്നെ ചർച്ചയ്ക്ക് സർക്കാർ ഒരുങ്ങുമോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ചർച്ചയ്ക്ക് സർക്കാർ വഴങ്ങും, അതിൽ സർക്കാരിനെ ചർച്ചയ്ക്ക് നിർബന്ധിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കമെന്ന കാര്യം ഉറപ്പാണ്.